എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മിൻറ്റോ മോർലെ റിഫോംസ് എന്ന പേരിലും പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ആക്ടിന് നിരവധിയായ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും 8 ഫീച്ചറുകളാണ് നമ്മളിവിടെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു എന്നതാണ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മേധാവിത്വം നിലനിർത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ പ്രൊവിൻസുകളിലെ ഉദ്യോഗസ്ഥരുടെ മേധാവിത്വത്തിന് കുറവുണ്ടായി എന്നുള്ളതാണ്. കൂടാതെ ഈ 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇന്ത്യയിൽ ഭരണപരമായ നയങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണ സഭയ്ക്ക് തീരുമാനമെടുക്കാൻ കൂടുതൽ അധികാരം നൽകപ്പെട്ടു എന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കൂടാതെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വർഗീയ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം നൽകി എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു നയമാണ് പണ്ട് മുതലേ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് പ്രകാരം മുസ്ലിങ്ങൾക്ക് വർഗീയ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം നൽകപ്പെട്ടു. കൂടാതെ ബ്രിട്ടീഷുകാർ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അംഗത്വം നൽകപ്പെടുകയുണ്ടായി. കൂടാതെ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ പ്രസിഡൻസി കോർപ്പറേഷൻസ്, അതുപോലെ സെമീൻദാർസ് എന്നിവരെല്ലാം തന്നെ ഉദാര ഏകാധിപത്യ നയം നടപ്പിലാക്കപ്പെട്ടു. കൂടാതെ ഭരണ മണ്ഡലങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കുകയും, അതായത് സെൻട്രൽ, പ്രൊവിൻഷ്യൽ തുടങ്ങിയ ഭരണ മണ്ഡലങ്ങളുടെ അധികാരം ഇതിൽ പ്രകാരം വർദ്ധിപ്പിക്കുകയും അവയുടെ എല്ലാം തന്നെ ഭരണത്തിൻ്റെ ഔദ്യോഗിക മേധാവിത്വം സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് കൊടുക്കുകയും ഉണ്ടായി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മിൻറ്റോ മോർലെ റിഫോംസ് എന്നറിയപ്പെടുന്ന 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി പ്രധാനമായും പറയാനുള്ളത്.